ഈ അമ്മയുടെ മരണം നേരിട്ട് കാണുവാണല്ലേ? നേരിട്ട് കണ്ട് ബഹളം കേട്ടും കൊണ്ട് പുള്ളി ഓടി ചെന്ന് കാണുന്നത് അമ്മയുടെ അമ്മയെന്ന് അറിയുന്നില്ല. അമ്മയെന്ന് അറിയുന്നില്ല, പിന്നീടാ കണ്ടത്. ഇതിന് മേളിലോട്ടുള്ള ഭാഗം മാത്രമേ ഉള്ളൂ, ബാക്കിയെല്ലാം വണ്ടി കയറിയില്ലേ. അച്ഛനും വണ്ടി കയറിയാ മരിച്ചത്. ഞങ്ങളെല്ലാം ഉറങ്ങിക്കിടന്ന സമയത്ത് അവൻ അതിനകത്ത് വന്ന് കിടന്നു. ആ കുഴിക്കകത്തോ? അടക്കിയ ആ സൈഡിൽ കിടന്നു. ഇവിടെ അമ്മയെ കലേഷിനെ അവിടെ, അതിന്റെ അപ്പുറത്ത് തന്നെ അച്ഛനെ അടക്കി. എവിടാ? അതിന്റെ അപ്പുറത്തെ കണ്ടു വെച്ചാൽ ഈ പിള്ളേർ പറഞ്ഞിട്ട് അവന്റെ ഏലക്കാരും ഒക്കെ. ഈ വീട്ടിൽ ഒറ്റയ്ക്കാണ് താമസിച്ചോണ്ടിരുന്നേ? ഇവിടെ ഈ ഇതിൽ തന്നെ തള്ളയും തന്തയും. തന്ത മരിച്ചു പോയി ചേലക്കരക്ക്. അത് വണ്ടി അപകടോ? വണ്ടി അന്നേരം എത്ത്. ഇവിടെ മോടങ്ങനെ രണ്ടും പെമ്പക്കള് സുഖമില്ലാത്തവരാ. ഒരു രണ്ടും കൂടെ ഉണ്ട്. അല്ല, ഈ അമ്മയും മരിക്കുന്ന ഒരു തോപ്പ് വെക്കത്തില്ല, വണ്ടിയിലോട്ട് കയറി വിടേ. വണ്ടിക്കാരുടെ കുറ്റമല്ല പറയുന്നത്. അതോടെ ഈ ഇയാൾ കലേഷ് അങ്ങ് തകർന്നില്ലയോ? കലേഷ് പിന്നെ നാളെ വെള്ളം കൊടുക്കുക ആരും ഇല്ലാതെ. തള്ള ആരും അവന്റെ അല്ല. പിന്നെ ഇയാൾ പ്രാന്ത് ഇവിടുത്തെ വാഴയൊക്കെ പിടിച്ച് മാറ്റിയ പ്രാന്ത് പോലെ. ഞാൻ അറിഞ്ഞില്ലല്ലോ, വൈകിട്ട് വരുമ്പോ ഈ കലേഷേ ഇങ്ങനൊരു ഇത് കാണിക്കുന്ന ഒരു പ്രതീക്ഷയില്ലല്ലേ? അമ്മ മരിച്ച ഷാപ്പാട് തകർന്ന പുള്ളി. അമ്മ മരിച്ചപ്പോഴേ ഇവൻ പറയുന്നത് അവനിങ്ങനെ ചെയ്യുമെന്നുള്ള പ്രതീക്ഷ തന്നെ എപ്പോഴും നടന്നത്. നിങ്ങൾക്ക് അന്നേരം പറയുന്നുണ്ട്, ചുമ്മാ പറയാൻ നമ്മൾ കരുതി. ഇതിപ്പോ എല്ലാ ഈ മരണത്തിന്റെ എല്ലാ കാരണങ്ങളും കണ്ട് അവന് ഒരുപാട് വിഷമമാണ്. അമ്മക്ക് തന്നെ താങ്ങാൻ പറ്റുന്നില്ല. നിങ്ങൾ രണ്ട് സഹോദരിമാരാ? ഞങ്ങള് 3 മക്കളാണ്. അമ്മ നല്ല ആരോഗ്യമുള്ള ആളായിരുന്നു? ആരോഗ്യമൊന്നും ഇല്ല, എന്നാലും വേറെ അസുഖങ്ങളൊന്നും ഇല്ലായിരുന്നു. നല്ല അമ്പലത്തിലെ ജോലികൾ ചെയ്യും. അങ്ങനൊക്കെ അവന് ഈ ജന്നിയും മറ്റു കാര്യങ്ങളൊക്കെ വരുന്നോണ്ട് ജോലിക്കൊന്നും പോകത്തില്ല. അമ്മ ജോലി ചെയ്തോണ്ടാണ് അവന് കൊടുക്കുന്നത്. അപ്പൊ അതൊക്കെ ഓർത്ത് അവന് ഒരുപാട് വിഷമം. അമ്മയും മോനും ഭയങ്കര സ്നേഹത്തിലായിരുന്നില്ലേ? ഇച്ചിരി കഴിക്കുമെന്നുള്ള ഇതേ ഉള്ളു അവനെ കൊണ്ടുള്ള കാര്യങ്ങള്. കഴിക്കുമ്പോഴത്തെ ഉള്ള പ്രശ്നങ്ങളൊക്കെ ഉള്ളു. ഈ അമ്മയുടെ മരണം നേരിട്ട് കാണുവാണല്ലേ? നേരിട്ട് കണ്ടേല് കൂടെ തന്നെ സംഭവിച്ച അമ്മയുടെ മരണം. അമ്മ അനിയത്തിയുടെ വീട്ടിൽ പോയി. അനിയത്തിയുടെ വീട്ടിൽ പോയിട്ട് പിന്നെ ഇവന് അമ്മയുടെ കൂടെ ഇവൻ പുറകെ പോയതാ. അമ്മ ഫ്രണ്ടിൽ കൂടെ കയറി വണ്ടി കയറിയെന്ന് ആയതുകൊണ്ട് അവൻ തിരിഞ്ഞു നടന്നു. പക്ഷെ ആ വണ്ടി തന്നെ വീടിന്റെ അടിയിൽ കൂടെ കയറിയെന്നുള്ളത് ഡോറെ പിടിച്ചപ്പോഴും അമ്മ മലച്ചങ്ങ് വീണു. അവര് വണ്ടി അങ്ങ് എടുത്തു. അപ്പൊ അതിന്റെ അടിയിൽ കാലായിട്ട് പുറകിന്റെ വീല് കയറി നിൽക്കുക. എന്നിട്ട് ആരും മാറ്റാഞ്ച് ബഹളം കേട്ടും കൊണ്ട് പുള്ളി ഓടി ചെന്ന് കാണുന്നത് അമ്മയുടെ അമ്മയെന്ന് അറിയുന്നില്ല, പിന്നീടാ കണ്ടത്. എല്ലാരോടെ വിളിച്ചിട്ട് പെട്ടെന്ന് തന്നെ അവിടെ നിന്ന് 3-4 പേരുമായിട്ട് അങ്ങ് ആശുപത്രി കൊണ്ടുപോയി. മടിയിലാ കൊണ്ടുപോകുന്നത്. അപ്പൊ അതൊക്കെ കണ്ട് ഒരുപാട് അമ്മ ശരിക്കും സംസാരിക്കുന്നുണ്ടായിരുന്നു. സംഭവിച്ചുള്ള ഇതിന് മേളിലോട്ടുള്ള ഭാഗം മാത്രമേ ഉള്ളൂ, ബാക്കിയെല്ലാം വണ്ടി കയറിയില്ലേ. അപ്പൊ അതൊക്കെ കണ്ടൊക്കെ പിന്നെ അമ്മ എല്ലാരും ഉണ്ടെങ്കിലും അമ്മ ചെയ്യുന്നോണക്കുള്ളത് ചെയ്തു കൊടുക്കത്തില്ലല്ലോ. അപ്പൊ അങ്ങനൊക്കെ ഓർത്തൊക്കെ അങ്ങ്. അച്ഛനും ഇതുപോലല്ലേ മരിക്കുന്നത്? അച്ഛനും വണ്ടി കയറിയാ മരിച്ചത്. അന്നും നമുക്ക് കേസിലൊന്നും പൈസ ഒന്നും കിട്ടിയില്ല. നമുക്ക് വേണ്ട തുച്ഛമായ പൈസയിൽ അവർ ഒതുക്കി തന്നിട്ട്. അന്നും വണ്ടി കയറി ഇറങ്ങി അദ്ദേഹത്തോട് അച്ഛൻ്റെ. പിന്നെ അതിനുശേഷം കുറെ വർഷം കഴിഞ്ഞാൽ അമ്മയ്ക്ക് ഇതേപോലെ സംഭവം. അമ്മയ്ക്ക് ഇതേപോണക്കുള്ള സംഭവം. അത് താങ്ങാൻ പറ്റാതാ കൂടുതലും മരിച്ചേക്കുന്നത്. നിങ്ങൾക്കറിയാം ഇങ്ങനെ കലേഷ് ഇങ്ങനെ ചെയ്യുന്നൊരു പ്രതീക്ഷ? കലേഷ് ചെയ്യും പറയുമെങ്കിലും ചെയ്യുമെന്നുള്ള പ്രതീക്ഷ ഇല്ലായിരുന്നു. പിന്നെ അമ്മയുടെ ഈ പ്രശ്നം കൊണ്ടുള്ളതും ചിലപ്പം ചെയ്യാൻ സാധ്യത ഉണ്ടെന്നുള്ളതും നമുക്ക് ഒരു മനസ്സിലുണ്ടായിരുന്നു. ഞങ്ങളെല്ലാം പറഞ്ഞ ഞങ്ങളുടെ കൂടെ നിർത്തിക്കോളാം നോക്കിക്കോളാം എന്നൊക്കെ പറഞ്ഞതാ. പിന്നെ ഇയാൾ ഇച്ചിരി കഴിക്കുമ്പോൾ മാത്രം എന്തെങ്കിലുമൊക്കെ സംസാരിക്കുക, ഒരു കാര്യമുള്ളൂ. അല്ലാതൊന്നും. അമ്മ അവന്റെ ഇഷ്ടത്തിനെല്ലാം നിൽക്കത്തില്ലേ, എല്ലാം ചെയ്തു കൂടി. പിന്നെ അമ്മ തന്നെയല്ലേ തൊഴിലുറപ്പിന് പോയി ഇവന് ജോലി ചെയ്ത് കൊണ്ടു കൊടുക്കുന്നതും അമ്പലത്തിൽ തൂക്കാൻ പോയി എല്ലാം അമ്മ തന്നെയല്ലേ കൊണ്ടുവന്ന് അവന്റെ കാര്യങ്ങളെല്ലാം അമ്മയെ നോക്കുന്നത്. 3 പേരെ ഒരേ സ്ഥലത്ത് തന്നെയാ? 3 പേരെ അവിടെ തന്നെ. അച്ഛനെ ആദ്യമേ അവിടെ ഒരു അമ്പലമുണ്ട്, അതുകൊണ്ട് നമുക്ക് അവിടെ എന്തെങ്കിലും ദോഷങ്ങൾ വരുമെന്നും പറഞ്ഞുകൊണ്ട് നമ്മൾ അവിടെ അടക്കുക. അപ്പൊ അവരെ തന്നെ ഒന്നിച്ചങ്ങ് ഇവിടെ അടക്കാമെന്ന് വിചാരിച്ച്. ഒരുപാട് ദുഃഖത്തിലാണ് അമ്മ കഴിഞ്ഞ. അമ്മ ഒരാഗ്രഹവും സാധിക്കാതെ അമ്മ മരിച്ചത്. ഇതിനെ പറ്റിയുള്ള വിഷമങ്ങളും പിന്നെ ഞങ്ങൾക്ക് 2 പേർക്കും സുഖമില്ലാത്ത കാര്യങ്ങളും ഒക്കെ ഒരുപാട്. അച്ഛനെ അവിടെ തന്നെ ആയിരുന്നു അടക്കുക. അവിടെ തന്നെ അമ്മ അടക്കിയിരുന്നത്. അല്ല, ഇവിടെ അമ്മയെ കലേഷിനെ അവിടെ, അതിന്റെ അപ്പുറത്ത് തന്നെ അച്ഛനെ അടക്കിയിരുന്നത്. ഒരാഴ്ച വ്യത്യാസം 2 പേരും പോസ്റ്റിലായി അല്ലേ? അമ്മ ഇങ്ങനെ ഇരിക്കുന്നെങ്കിലും അമ്മയ്ക്ക് നല്ല ആരോഗ്യമായിരുന്നു. അമ്മയ്ക്ക് മറ്റു കുഴപ്പങ്ങളൊന്നുമില്ല. നമ്മുടെ ആ ജീവനെല്ലാം പോയല്ലേ, എല്ലാവർക്കും നല്ല പറ്റില്ലായിരുന്നു. ഒരിക്കലും ചിന്തിക്കത്തില്ല. എത്ര ഇത് ഉള്ള ജീവിതമായാലും അമ്മ മരിക്കത്തില്ല. എവിടെ പോയാലും അവന് തൊഴിലുറപ്പിനൊക്കെ പോയി കഴിഞ്ഞാൽ കട്ടൻ ചായ അവർ കൊടുക്കുവാണെങ്കിൽ അതും പാത്രത്തിലൊഴിച്ച് അവർ കഴിക്കാനുള്ള കടിയൊക്കെ കൊണ്ടുവന്നിട്ട് അവന് വേണ്ടി കൊണ്ടുവന്ന് കൊടുക്കും. മരിച്ച അമ്മയുടെ സഹോദരിമാരല്ലേ 3 പേര്? എത്ര പേരുണ്ട് നിങ്ങൾ? 4 പേര്. നിങ്ങൾക്ക് നിങ്ങളുടെ ഒരു കൂട്ട് പെട്ടെന്ന് പോയില്ലേ?
അസുഖമായിട്ട് കിടന്നാൽ പിന്നെ നമുക്ക് അങ്ങനെ സമാധാനിക്കും, അതുമല്ല. അല്ല ഭയങ്കര സ്നേഹത്തിലായിരുന്നു നിങ്ങൾ. ഞങ്ങളെല്ലാം എൻ്റെ കൂടെ ആയിരുന്നു. ഞാൻ ഇവിടെ താമസിക്കുന്നതേ, എപ്പോഴും ഇവിടെ രാവിലെ വന്ന് ചായ എല്ലാം കുടിച്ചിട്ട് പോകുന്ന എൻ്റെ അടുത്ത് നിന്ന്. അന്നേരം ഈ മകനെ പറ്റിയുള്ള ഭയങ്കര വിഷമമുണ്ട്. ഭയങ്കര വിഷമം. മകനെന്ന് വെച്ചാൽ ജീവനായിരുന്നു. അങ്ങനെ പറയാറുണ്ട്, എന്റെ കാലം കഴിഞ്ഞ മോനായിരുന്നു അങ്ങനെയൊക്കെ പറയുമോ എന്തിലൊക്കെ? അങ്ങനെ അവനാരുണ്ടെന്ന് പറയും. ഞാനില്ലാതായ അവനാരുണ്ട് തൊഴിലുറപ്പ് ചെയ്തുകൊണ്ട് വന്നു, പെൻഷൻ വാങ്ങിച്ചു, എല്ലാം അവർ രണ്ടുപേരുടെ വീട്ടിലെല്ലാം അന്വേഷിച്ച് നല്ല രീതിയിൽ കഴിഞ്ഞു, ഒരു കുഴപ്പങ്ങളും ഇല്ലാതെ. ഇവനെ മരിക്കുന്നതിൻ്റെ തലേന്നും മരിച്ചു കഴിയുന്നതിൻ്റെ പിറ്റേന്നും എൻ്റെ അമ്മ ഇല്ലാതായി, ഇനി ഞാൻ എന്തിനാ കിടക്കുന്നത്, എനിക്ക് ആരുണ്ട്? അപ്പോൾ എല്ലാവരും പറഞ്ഞ് ഞങ്ങളെല്ലാവരും ഉണ്ട്, നിന്നെ നല്ലപോലെ എല്ലാവരും നോക്കും, നീ ഇവിടെ തന്നെ അങ്ങ് കിടന്നു, ഇവിടുന്ന് നീ എങ്ങോട്ടും പോകണ്ട, അവിടെ ഒറ്റയ്ക്ക് കിടക്കണ്ട എല്ലാവരും പറഞ്ഞു. അപ്പം 6 ദിവസം ബലി കിട്ടേച്ച് 6ാമത്തെ ദിവസം ബലി കിട്ടപ്പോൾ പറഞ്ഞ് നാളെ ബലിയിടാൻ ഞാൻ കാണത്തില്ല, ഒരിടത്ത് വരെ പോവും, മൂത്ത പെങ്ങളോ ഇളയ പെങ്ങളുടെ മോനോ ബലിയിടണമെന്ന് പറഞ്ഞു. അങ്ങനെ അന്ന് മൊത്തം നിലവിളിച്ചുകൊണ്ടാണ് ബലിയിട്ടത്. എന്നാലും ഉച്ചയ്ക്ക് ഇങ്ങനെ പോയി ചെയ്യുമെന്നൊന്നും നമുക്ക് ഒരു പ്രതീക്ഷയില്ല. ആരും അറിഞ്ഞില്ല, ആരും ഇല്ലായിരുന്നു. ആ കുഴിമാടത്തിൽ ഇപ്പൊ ആർക്കായാലും മരിച്ചു കഴിയുമ്പോ ഒരു ഭയമില്ലയോ? ഇത് ഞങ്ങളെല്ലാം ഉറങ്ങിക്കിടന്ന സമയത്ത് അവൻ അതിനകത്ത് വന്ന് കിടന്നു. അടക്കിയ ആ സൈഡിൽ കിടന്നു. അടക്കിയ സൈഡിൽ കിടന്നിട്ട് പിന്നെ ഞങ്ങൾക്ക് ഭയം കൊണ്ട് പിന്നെ കൊച്ചച്ഛൻ കൂട്ടിരുന്ന് രാവിലെ വരെ. അന്നൊന്നും ആരും 2 മണിക്ക് പട്ടിയൊക്കെ കുരയ്ക്കുന്ന കേട്ടും കൊണ്ടാണ് ഞങ്ങൾ എണീറ്റ് നോക്കുന്നത്. അപ്പൊ അവിടെ കിടക്കുന്ന ആള്. പിന്നെ അമ്മ സാധാരണ ആൺപിള്ളേർ ജോലി ചെയ്തുകൊണ്ട് കൊടുക്കും, ഇത് അമ്മ ജോലി ചെയ്തല്ലേ അവൻ കഴിയുന്നത്. അതിൽ വിഷമമൊക്കെ നോക്കുമ്പോൾ ആര് സ്വാതന്ത്ര്യം പിന്നെ അവന് കാണത്തില്ലല്ലോ എന്നുള്ളൊരു വിഷമം അവനുണ്ടായി. എൻ്റെ വീട്ടിലോട്ട് വന്ന് രാവിലെ എല്ലാം ഇവിടെ ഒതുക്കിയിട്ട് അമ്മ സമയം അമ്മയ്ക്ക് 1-2 ആണേലോ അങ്ങനെ വരും. കാവിലെ ജോലിയെല്ലാം അമ്മ ചെയ്യുന്നോണ്ട് രാത്രി നിക്കത്തില്ല. എപ്പോഴും നല്ല 72-70 വയസ്സാണെങ്കിലും അമ്മയ്ക്ക് ആ കാലിന് നല്ല എന്നേക്കാ അവരെ ആരെയല്ല നോക്കുന്നത് അമ്മ. ഇപ്പം നോക്കുന്ന അവസ്ഥയിൽ ഏറ്റവും കൂടുതൽ ഇപ്പൊ എനിക്കായിരുന്നു ആവശ്യം. അപ്പൊ എൻ്റെ അടുത്തോട്ട് ഓടി വരും. ഞാൻ വിളിച്ചില്ലെങ്കിലും അവിടെ അച്ഛനും മോനുമേ ഉള്ളല്ലോ, ഞാൻ വരാമെന്ന് പറഞ്ഞ് അങ്ങ് വരുവാണ്. അന്നും അതേ ഉണക്ക് വന്നതാ. തൊഴിലുറപ്പുണ്ടായിരുന്നു ഒരാഴ്ച, അത് ചെയ്തിട്ട് പിറ്റേ ഞായറാഴ്ച വരണ്ടെന്ന് ഞാൻ പറഞ്ഞതാ. അതിൻ്റെ ഇടയ്ക്ക് കൂടെ 2 ദിവസം കഴിഞ്ഞ് എനിക്ക് മെഡിക്കലിൽ പോകണം. അപ്പോഴത്തേക്ക് എന്നെ കൊണ്ടുപോകാനായിട്ട് വന്നാൽ മതി അവരുടെ കൂടെ, ബുധനാഴ്ച വന്നാൽ മതി എന്ന് പറഞ്ഞതാ. എന്നിട്ട് ഇവരാരും പറഞ്ഞ കേൾക്കാതെ അന്നത്തെ ദിവസം 9:10 മണി കഴിഞ്ഞപ്പം എൻ്റെ ഫോണിൽ ഒരു കോള് വരുന്നപ്പം പറയുന്നു അമ്മയുടെ കുഞ്ഞമ്മയുടെ മോനാ, അതുകൊണ്ട് നിൻ്റെ അടുത്തോട്ട് വരാൻ വന്നതെന്നാ ചേച്ചിക്ക് ഇങ്ങനെ ആക്സിഡൻറ്റ് പറ്റി, ഞങ്ങൾ ശാസ്താംകോട്ടേക്ക് കൊണ്ടുപോവാന്ന് പറഞ്ഞു. അമ്മ അവരോട് സംസാരിക്കുന്നുണ്ട്. അവള് കാത്തിരിക്കും എന്നെ, അവളോട് വിളിച്ച് പറയണേ, ഞാൻ ഇന്ന് വരുത്തില്ലെന്നേ പറയുന്നുള്ളു. കാല് പോയി, എൻ്റെ കാല് പോയെന്ന് പറയുന്നു. എനിക്ക് എൻ്റെ കാല് പോയി, അവളെ ഒന്ന് അറിയിക്കുക, ആക്സിഡന്റ് പറ്റിയെന്ന് പറഞ്ഞാൽ അത് ഞാൻ ഇന്ന് മോളടുത്ത് വരുത്തില്ലെന്ന് പറയാൻ പറയുന്നു. അങ്ങനെ പോയ വഴിക്ക് ശാസ്താംകോട്ടയിൽ ഇവന് സംഭവ സ്ഥലത്ത് വെച്ച് അവൻ്റെ മടിയിൽ തന്നെ കിടന്ന് ചെയ്തമ്മ. മടിയിൽ കിടന്നിട്ട് പോയ വഴിക്കെല്ലാം വെള്ളം മേടിച്ച് അവനിറങ്ങി ബോട്ടിലിനകത്ത് വെള്ളം മേടിച്ച് വെച്ചേക്കുന്നു. പ്ലാസ്റ്റിക് സർജറി നടത്താൻ കൊണ്ടുപോകുക, അതുകൊണ്ട് വെള്ളം കൊടുക്കണ്ട. കൂടെ പോയ 108 സിസ്റ്റർ അവർ കൂടെ വിട്ടത്, അവനെ കൊണ്ട് വെള്ളം കുടിപ്പിച്ചില്ല. അതും ഭയങ്കര പ്രയാസമായി. ഭയങ്കര അവർ ഒരു തുള്ളിയെങ്കിലും കൊടുത്തോട്ട് അമ്മയ്ക്ക് വെള്ളം ചോദിക്കുന്നു. അവരാരും കൊടുപ്പിച്ചില്ല വെള്ളം. പക്ഷേ അവന് ഒരുപാട് അവർക്കെതിരെ ശാസ്താംകോട്ടയിൽ ചെന്നപ്പോൾ അവരവിടെ നോക്കിയില്ല. ഫസ്റ്റ് എയ്ഡ് നമുക്ക് പരാതിയൊന്നുമില്ല, ഫസ്റ്റ് എയ്ഡ് കൊടുത്തില്ല. നേരെ വണ്ടാനത്ത് വിട്ട്, വണ്ടാനത്ത് നിന്ന് അവർ അവിടെ നിന്ന് അപ്പം വെള്ളം വേണം മോനെ എന്ന് പറഞ്ഞ് അവനുമായിട്ട് നന്നായിട്ട് സംസാരിക്കുന്നു. എന്നെയും ഇവിടുത്തെ കുഞ്ഞമ്മയും വിളിക്കുന്നു, കവിതേൻ്റെ ആദ്യം വിളിക്കുന്നു. അന്നേരം പറഞ്ഞ് അവരടുത്തുണ്ടെന്ന് മരിക്കാൻ പോകുന്ന സമയത്ത് പറഞ്ഞെന്ന് സിസ്റ്റർ പറഞ്ഞെന്ന്. അപ്പോഴും വെള്ളം ആ പെടച്ചിൽ സമയത്തെങ്ങാണ്ട് അവനൊരു തുള്ളി വെള്ളം ഒഴിച്ചു കൊടുത്തു, അത് കൊടുത്ത് താമസിച്ചില്ല. ആ ഒരു ഇതൊക്കെ അവൻ്റെ മനസ്സിൽ. പക്ഷെ അവർ തമ്മിൽ നല്ല നല്ല സ്നേഹമാണ്. വീട്ടിൽ വന്ന് നിന്നാൽ തന്നെ ആയാലും വിളിക്കും. എല്ലാം ഭയങ്കര വാശിയായിരുന്നു. പക്ഷെ സ്ഥലവും ഇടവും ഇല്ലാത്തതുകൊണ്ട് പിന്നെ അച്ഛനെ ഇടക്കേക്കുന്നതായോണ്ട് ഞങ്ങൾ പറഞ്ഞുകൊണ്ട് എല്ലാം പറയും. ശനിയാഴ്ച എല്ലാവരും ഇങ്ങനെ എത്തണേന്ന് പറയും. കാണത്തില്ലെന്നല്ല, എത്തണേന്ന് പറയും എല്ലാവരും. ശനിയാഴ്ച തന്നെ വരണേന്ന്. സാധാരണ സഞ്ചാരി ദിവസം രാവിലെ ഇല്ലയോ. അപ്പൊ ഇയാൾ നേരത്തെ തീരുമാനിച്ചിട്ടായിരിക്കും ഇങ്ങനെ